ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു അടിപൊളി റിസോർട്ടിലാണ്. നമ്മൾ ഒരു 2 ദിവസം ഒരു ചെറിയൊരു അടിച്ചുപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി അടിച്ചുപൊളി വീഡിയോ ആണ്. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റൂം. കാണുമ്പോൾ ചിലപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിലാണെന്ന് വിചാരിക്കും. നമ്മുടെ റൂമിൻ്റെ പേരാണ് സിക്കന്ദർ. അപ്പോൾ ഇത് ആക്ച്വലി ശരിക്കും ഇതിൻ്റെ രാജസ്ഥാനിലുള്ള മോഡലാണ്. ഇതിൻ്റെ റൂഫും കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ആ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന കട്ടില് പോലും ആ ഒരു സ്റ്റൈലിലാണ്. പക്ഷെ റൂമിൽ അങ്ങനെയല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പഴയ ട്രഡീഷൻ, ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും ഉണ്ട്. എന്നാൽ നമുക്ക് നല്ല സേഫ്റ്റിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇതാണ് റൂമിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ ആ കട്ടില്, ഇത് നമ്മുടെ മലയക്കോട്ടെ വാലിബലിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ കട്ടിലുകൾ. കട്ടില് മറ്റേ നമ്മുടെ ചാരുകസേരയൊക്കെ ഇല്ലേ. ഇപ്പൊ സംഭവം കൊള്ളാം, ഒരു വെറൈറ്റിയാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ റൂം ഇങ്ങനെയാണ്. ഒരു വലിയൊരു സെറ്റപ്പ് തോന്നത്തില്ല, പക്ഷെ ഉള്ളിൽ അത്യാവശ്യം നല്ല ലക്ഷറി സെറ്റപ്പ് ഉണ്ട്. ഇത് കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ട്, ഒരു ചെറിയ ടേബിള് ഒന്നിരുന്നടി ഇതമ്മ അങ്ങനെ നോക്കി. നമ്മൾ വന്നിട്ടുള്ളൂ. ഹൈറ്റ് നല്ല കുറവാണ് സ്റ്റൂളിന്. ഇതാണ് ഹൈറ്റ്. നമ്മൾ പലകയിലൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും. അത്രേ ഉള്ളു. പക്ഷെ കൊള്ളാം. ഞാൻ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ്. രംഗപട്ടണം രംഗറാണി. റൂമിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം, നമ്മള് ഇങ്ങോട്ട് എത്തപ്പെട്ടത് നിങ്ങൾ ഒന്ന് കണ്ടു പോവാ അല്ലേ? എന്നിട്ട് നമ്മൾക്ക് റൂമിന്റെ അകത്തോട്ട് കയറാം. ഇനി ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ കിടിലം പാർക്ക് ഉണ്ട്. തൊട്ട് സൈഡിൽ ആ ഭാഗത്ത് നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളത്. സ്വിമ്മിംഗ് പൂളിനെ കുളിക്കുമല്ലോ. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളിൽ കുളി പരിപാടികളൊക്കെ ഉണ്ട്. പാറൂട്ടന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാറൂട്ട സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാലാണ് ഞങ്ങളുടെ കൂടെ ഓടി വന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ സമയം രാവിലെ 7 മണി. എന്താടാ? എന്താണ് സംഗീതോത്സവോ രാവിലെ തന്നെ? എന്താണ്? പോവാ നമുക്ക്. നമ്മുടെ പൗർണമി എന്ത് ചെയ്യാൻ നോക്കട്ടെ. പൗർണമി വാ, ഓക്കെ ആണല്ല? അപ്പൊ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി ഒന്ന് ചവിട്ടി. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നീ എന്താണ് കഴിക്കണത്? കയ്യാ? എടാ നീ കഴിക്കോടാ, പുട്ട് കഴിക്കോ? ആ ഇത്തിരി ഉണ്ടാ. സൂപ്പർ. നമ്മൾ ഫുഡ് കഴിക്കാൻ ചവിട്ടിയ സ്ഥലം കൊള്ളാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പ്രാവുംകൂട് ഷാപ്പ്. അടിപൊളി ഷാപ്പാണ്. അടിപൊളിയല്ലേ? പണ്ട് ഇടക്കിടക്ക് ഫുഡ് കഴിക്കാൻ വന്നിരുന്ന ഷാപ്പാണ് ഇത്. പണ്ട് മീൻസ് ഒരു 3 കൊല്ലം മുന്നേ ഉള്ള കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. മാപ്രാണം എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് നന്ദിക്കര റൂട്ട് വരിക. നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. അവിടെ നല്ല പാടത്ത് ഒരു കിഡിലൻ ആംബിയൻസിൽ ഷാപ്പ്. പോവാ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷൻ അവിടെ ചവിട്ടണം. ഹലോ അമ്മച്ചി പറയലേ. അമ്മച്ചി പാറു പോവാ. ഓ പോവാ. അപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് റൂമിലെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. നമ്മളെ വീഡിയോ കാണിക്കാൻ വേണ്ടി റൂമിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ അകം. അപ്പൊ താഴേന്ന് തുടങ്ങാം. കണ്ടില്ലേ, ഫ്ലോറൊക്കെ കംപ്ലീറ്റ് റെഡ് കളറുള്ള കാർപ്പറ്റ് ഇട്ട് കംപ്ലീറ്റ് ഫില്ലാക്കി വെച്ചേക്കാണ് ഫുള്ള്. പിന്നെ ഈ ഒരു റൂമില് നല്ലൊരു ഫാമിലി കോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സിംഗിൾ കോട്ട് എക്സ്ട്രാ ഉണ്ട്. അതെ, പിന്നെ അത്യാവശ്യപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതാണ് ഞാൻ പുറമേ നിന്ന് കാണുമ്പോ ചിലപ്പോ ഇത്രയും സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിക്കില്ല. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. AC റൂമാണ്. ഒരു എക്സ്ട്രാ ഒരു ടേബിൾ ഫാൻ എല്ലാ റൂമിലും ഉണ്ട്. അതും ഉണ്ട്. കൊള്ളാം. നല്ലതല്ലേ? പിന്നെ നമ്മൾക്ക് ഇത് പ്രത്യേകം ചോദിച്ചിരുന്നു റൂം ബുക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കെറ്റിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചായക്കാരാണ് അല്ലേ? അപ്പൊ അതും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു സൈഡിലും അത്യാവശ്യപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഈ റൂമിലുണ്ട്. സ്റ്റേ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ്. എല്ലാം സ്റ്റോറേജ് സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് തന്നെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ആണ്, നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
കൊള്ളാം. അപ്പോൾ ഇത് നമ്മുടെ റൂമിൻ്റെ പുറമേ എന്നുള്ള ലുക്ക് ഇതാണ് കേട്ടോ. കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സെറ്റപ്പാന്ന് വിചാരിക്കില്ലല്ലേ. ഇതിൻ്റെ പേര് കണ്ടാ നിങ്ങൾ, മെഹ്റാജ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതേപോലത്തെ തന്നെ സെയിം തന്നെ ഒരെണ്ണം അപ്പുറമുണ്ട്, നെയിമാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, നമ്മൾക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത്? നമുക്കൊരു പണി ചെയ്യാം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് ഇവിടെ റൂമിലില്ല കേട്ടോ പരിപാടി. ഫുഡ് ഇവിടെ അടുത്ത് തന്നെ കുറച്ച് ഉണ്ട്. ഈ ഒരുപാട് ഏരിയ ഉണ്ട് മൊത്തത്തിൽ. ഒരു ഭാഗം കണ്ട പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു പാർക്കിൽ. പിന്നെ അതെ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളത്തിൻ്റെ ബോട്ട് പരിപാടികൾ, അത്യാവശ്യം മുകളിൽ നിന്നൊക്കെ തീറ്റി വന്ന കാര്യങ്ങൾ, മറ്റേ ചാടന മോഡൽ സാധനങ്ങൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കത്തില്ല, പുറത്തോട്ടൊക്കെ പോയി കറങ്ങി നടക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ മൊത്തം ഈ ഒരു ഭാഗത്ത് ഫുള്ള് റബ്ബർ മരങ്ങളാണ്. ഹേയ് പുഷ്പരാജ്, കമോൺ കമോൺ. ദേ വിശക്കനുണ്ടാ? പറ, ദേഷ്യത്തിലാണല്ലേ ഇന്ന്? വിശക്കനുണ്ടാ? എന്നാ വാ ഫുഡ് കഴിക്കാം. എടാ ഇതെന്ത് മരോടാ പാറു? ഇതെന്ത് മരമാണ്? ആ കൊള്ളാം. തേങ്ങയല്ല, റബ്ബർ മരം. നീ മായ്ക്കണ റബ്ബറില്ലേ പരീക്ഷക്ക്? കാറാ? കാറിന്റെ ടയർ, പിന്നെ നീ മായ്ക്കണ റബ്ബർ അങ്ങനെ തുടങ്ങി. ആണടി മായ്ക്കണ റബ്ബർ വേറെയും കാറിന്റെ ടയറും ആണോ ഇത്? ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഒരു ഹാളാണ്, അത്യാവശ്യം പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ ഹാള്. നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ സൈക്കിള് ഇഷ്ടാവോ? കണ്ടാ നീ? കണ്ടില്ല? നോക്കിയേ. പാറു, ഇതെങ്ങനെയുണ്ട് സൈക്കിള്? എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാണോ? എന്താ നല്ല കീടിലെ സൈക്കിള് സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്. ആ വിശക്കനുണ്ടാ? എന്നാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വരാം അല്ലേ? മതിയാ? ആ ഓ ഓ ഓ ഓ ഓ ഫുള്ള് കഴിച്ചോളൂ കേട്ടോ. ഒറ്റക്ക് വാരി ഒറ്റക്ക് തന്നെ എടുത്ത് ഒറ്റക്ക് കഴിക്കണം. നമ്മുടെ പൗർണമിനെയൊക്കെ കഴിപ്പിച്ച് വേഗം വിട്ട് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ നാടൻ ഐറ്റംസ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. ഇത് ഏകദേശം ഒരു 4 ഏക്കർ ഉണ്ട് സ്ഥലം അല്ലേ? എനിക്കറിയില്ല, ഉണ്ടാവും, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്താന്ന് വെച്ചാല് നമുക്ക് ആ ഒരു റൂം മാത്രമല്ല, നമുക്ക് ചുറ്റും കുറേ സ്ഥലമുണ്ട് ഇങ്ങനെ നടക്കാനാണെങ്കിൽ. സ്ഥലം ഒത്തിരി ഉണ്ട്, നല്ലോണം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതൊരു റാവു ബഹദൂർ തൊഴൂർ കൃഷ്ണൻ നായർ സ്മാരകം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ചെറിയ പാർട്ടീസൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ സ്കൂൾ ഗെറ്റ് ടുഗദർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. നല്ലൊരു ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, ഗെറ്റ് ടുഗദറിനൊക്കെ വരുമ്പോൾ ഒരുപാട് നാളത്തിൽ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു പക്കയായിരിക്കുള്ളൂ. എന്നിട്ട് സംസാരിക്കാനാണെങ്കിലും വെറൈറ്റി ആയിരിക്കും. നല്ല രീതിയിൽ അതിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കണ്ട നല്ലൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തോന്നുന്നു ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടത്താൻ തോന്നുന്നു. നല്ല ഒരു ഇതാണ്. മാത്രമല്ല ഫുൾ മരങ്ങളും ചെടികളുമാണ്, നല്ല പച്ചപ്പാണ്. നമുക്ക് ഇവിടെ വേറെ റൂംസ് ഒക്കെ ഇല്ല, നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ? പോയി നോക്കാം. എവിടെന്ന്? ബിഗ് ബി സ്റ്റൈലാണോ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇവിടെ പല തരത്തിലുള്ള ജീവികളുണ്ട്. ഇതേ ഒരു ജീവിയാണ് ഈ പോണത്, തൊരപ്പൻ. ഇതൊരു റൂമാണ് കേട്ടോ. ഈ റൂം നമ്മൾ കയറി നോക്കിയായിരുന്നു എടുക്കാനായിട്ട്. നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിക്കന്ദർ റൂമാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ആംബിയൻസ് കിട്ടും. ഇതിനപ്പുറത്തേക്ക് കൂടി എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി പോലെ സെറ്റപ്പ് വരും, കൊള്ളാം. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഇതിനേക്കാളും ഇഷ്ടം നമ്മുടെ മണലാരണ്യങ്ങളുടെ റൂം പോലത്തെ റൂമാണ്. ഈ റൂംസിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വീടാണെന്നുള്ളൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ചെന്ന് താമസിക്കാനൊന്നുമില്ല. അതെ അതെ അതെ. ഭയങ്കര ബിസി ലൈഫൊക്കെ ലീഡ് ചെയ്യുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ വന്നാൽ നല്ല സ്വസ്ഥം സമാധാനമായിട്ട് കുറച്ച് ദിവസം കഴിയാൻ പറ്റും. ഇത് നോക്കിയേ, പൊളി സാധനം. ഒരു ഫോട്ടോ എടുക്കാം. ഇവിടെ ഇരുന്നേ.
ഏയ് ഇത് നോക്ക്, വീണാലും കുഴപ്പമില്ല, അപ്പുറം ഉണ്ടാവും. കയറാൻ പറ്റുമോ ഇല്ലേ? ഷോപ്പീസ് ആയിരിക്കൂല, കുഴപ്പമുണ്ടാവില്ല, വീണാലും കുഴപ്പമില്ല, അപ്പുറത്തെ ഉണ്ടാവുള്ളൂ. ഇവിടെയും കൊള്ളാമല്ലേ, വ്യൂ കൊള്ളാം, നല്ല വെറൈറ്റി ആംബിയൻസ്. നമ്മുടെ ഫോട്ടോ കൊച്ചിയിലുണ്ട് ഈ ഒരു മോഡൽ ഫോട്ടോഷൂട്ടിനെ പറ്റി എഴുതിയ. എങ്ങനത്തെ ഫോട്ടോ ആണ് വേണ്ടത്? വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കും. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. നീ കവിതകളാ കനവുകളാ. ഞാൻ പറഞ്ഞില്ല നേരത്തെ വേറെ റൂംസ് ഉണ്ടെന്ന്, അതൊന്ന് കണ്ടോ? ഒന്ന് കാണാം, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉള്ളിൽ കയറി കണ്ടപ്പോൾ നല്ല അത്യാവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള ഫീലിംഗ്. എനിക്ക് തോന്നുന്നു ട്രഡീഷണലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം വന്ന് താമസിക്കുമ്പോൾ അതിൻ്റെതായ ഒരു വെറൈറ്റി ഉണ്ട്. ഈ ഒരു സംഭവമൊക്കെ നമുക്ക് പഴയ വീടുകളിലേ കാണാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പഴുണ്ട്, ഇപ്പൊ ആൾക്കാർ പണിയിപ്പിക്കുന്ന വീടുകളിൽ ഇതൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ ഇത് പഴയത് തന്നെയാണ്. അതെ അതെ അതെ, പഴയ സംഭവമൊന്നുമല്ല. ഈ ഫാന് തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ? അതെ അതെ, ഇവിടെ നല്ല അടിപൊളി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ, അർജുനൻ സംഭവം. ഞാൻ വീണ് നടുപിടി ഞാൻ. വാഹിദ, ഇവിടെ ഓരോ റൂമിലും പേരുണ്ട് കേട്ടോ. വാഹിദ, പിന്നെ റാഫി ആൻഡ് നാസർ. എവിടെ റാഫി ആൻഡ് നാസർ? എവിടെ? ഓ ഓ റൂം അങ്ങനെ എന്തോ ആണ്. നമുക്ക് അതിന് താഴെയുള്ള റൂം ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ മൊത്തം കാണാനുണ്ട്, അതിലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓരോരോ വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് കണ്ടോ? ഇവിടെ മറ്റേ പരിചയുടെ മോഡൽ സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കളർഫുള്ളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊള്ളാം. പിന്നെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കൂല, ഇവിടെ ഒരു കുഞ്ഞു മിററുണ്ട്, നല്ല ഭംഗിയാണ്. അതിന്റെ മീതെ ഒരു മണിയുണ്ട്, നമ്മുടെ കോളിംഗ് ബെല്ലിന് പകരം. അതും നല്ല ഒരു സൂപ്പർ ആർട്ടാണ്. നമ്മൾ പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ശരിക്കും പഴയ തറവാടുകളിലൊക്കെ താമസിച്ചിരുന്നവർക്ക് ശരിക്കും നൊസ്റ്റു വരും ഇവിടെ വരുന്ന ടൈമില്. അല്ലാത്തവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷേ ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോഴേ ഒരു മ്യൂസിയത്തിലോട്ട് കയറിയ ഫീലിംഗ് ആണ് തോന്നുന്നത്, വീടായിട്ട് തോന്നുന്നില്ല ഇല്ലേ? ഇതൊക്കെ വിളക്കുകളാണ് കണ്ടത്, നല്ല ഭംഗിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഏതോ രാജാവിന്റെ മ്യൂസിയത്തിന്റെ സെറ്റപ്പിലാണ്. കൊള്ളാം. പഴയ സംഭവങ്ങളാണ് ഇതൊക്കെ ഇപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹോം സ്റ്റേ പ്ലസ് ഒരു എന്താ വേറൊരു പഴയ ഒരു ഇതിലേക്ക് പോയൊരു ഫീലാണ് ഇവിടെ. അതെ, പാറുവിനെയും കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ അകത്തോട്ട് ഇപ്പൊ നിലവിൽ വരാൻ നന്നായി. കാരണം ഈ ഇരിക്കുന്ന പല സാധനങ്ങളും ചിലപ്പോ പാറു വേണമെന്ന് പറയും. ഇത് നോക്കി, ഇത് അടിപൊളിയാണ്, ഇത് രക്ഷയിലല്ല ഈ സംഭവം. എന്താ ചെറിയ ചെറിയ കുപ്പിയില് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ സംഭവം ഇത് കൊള്ളാം, ഇതൊക്കെ കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ മോഡലുകളൊക്കെ ഇപ്പൊ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുന്നത്. ആ, ഓൺലൈനാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ സംഭവം. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് നാളുകളായിട്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഓരോ മോഡലും പല പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല നമ്മളുടെ റൂം ഒന്ന് കാണിക്കാം. ഓ, ഈ റൂമിനും ഒരു പേരുണ്ട്, ആബിദ ആൻഡ് നജു. അത് കൊള്ളാം. അതായത് ശരിക്കും ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഇതിന് റിസോർട്ട് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ, ഒരു ഹോം സ്റ്റേ. കാരണം ആ പേരാണ് ഏറ്റവും സ്യൂട്ട്. ഈ ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഒരു വലിയ തറവാട്ടുകാരുടെ റിയൽ തറവാടാണ്. ഈ റിയൽ തറവാട് അവര് ചെറിയ രൂപമാറ്റവും കാര്യങ്ങളൊക്കെ വരുത്തി. രൂപമാറ്റം മീൻസ് കാര്യമായിട്ടല്ല, അതിന്റെ തനിമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇതൊരു ഹോം സ്റ്റേ ആയിട്ടാണ് നടത്തുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള റൂമുകൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന, താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന, ട്രഡീഷണലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിരിക്കും വന്ന് താമസിക്കുമ്പോൾ. ജസ്റ്റ് ഒരു ദിവസം താമസിച്ച് പോവുകയല്ല, ഇത് മുഴുവൻ കണ്ട് അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിന് പ്രത്യേക രസമുണ്ട്. ഞാനൊരു റൂം കാണിച്ചു തരാം. ഇത് നമ്മുടെ റൂം എന്താണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കിയത്. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പാറൂക്കെ കണ്ട് ഇഷ്ടപ്പെടും, കാരണം പ്രിൻസസിന്റെ കുറെ പഴയ സ്റ്റോറി ബുക്സ്, ബാർബി, ഇതൊക്കെ പഴയതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുട്ടികൾ വായിച്ചിരുന്നതായിരിക്കും, സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണിത്. ഈ ബുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ജസ്റ്റ് തുറന്നേ, ഒന്ന് ബുക്കും തുറന്നേ. എന്തായാലും റൂമിലെടുക്കുന്ന എനിക്ക് വായിക്കാനാണല്ലോ. ഓ ഓ ഓ ഓ, ഇത് ശരിക്കും അതെ ഈ തറവാട്ടിലുള്ള ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കാം.
കൊള്ളാം. ഇതാണ് നമ്മുടെ അടുത്തൊരു റൂം വരുന്നത്. തറവാടിൻ്റെ അകത്തുള്ള റൂം. അത്യാവശ്യം നല്ലൊരു ബെഡ്, ഒരു എക്സ്ട്രാ ബെഡും കൂടി വരുന്നുണ്ട്. ഇതുണ്ട്, വാളിലൊക്കെ അത്യാവശ്യം നല്ല പെയിൻറ് ചെയ്ത്. ഇതിൽ ടി വിയും ഉണ്ട്, AC ഉണ്ട്. എല്ലാ റൂമും AC ആണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. കണ്ട, ഈ ഒരു ആംബിയൻസ് വ്യൂ കിട്ടും. ഇവിടെ വന്നിരുന്ന അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചൊരു ചായയെ കുടിച്ച് പ്രകൃതിയെ കണ്ടിരിക്കാൻ തോന്നും. ഓരോ റൂമിനും ഓരോരോ പ്രത്യേകതയുണ്ട്. കൊള്ളാം അല്ലേ? നമുക്കിനി മുകളിൽ ഒരു വെറൈറ്റി ഉണ്ട്, അത് നോക്കിയാലോ? കമോൺ. അപ്പോൾ അതേ നമ്മൾ മുകളിലോട്ടൊന്ന് കയറട്ടെ. സ്റ്റെപ്പ് തന്നെ അത്യാവശ്യം നല്ല വെറൈറ്റിയാണ്. സ്റ്റെപ്പ് കൊള്ളാം, നല്ല വെറൈറ്റി തനിമ ഫീൽ ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് വരുന്നത് ഒരു ചെറിയ റൂം വരുന്നുണ്ട്. അതായത് ജസ്റ്റ് യൂസ് ചെയ്യാം അങ്ങനത്തെ ടൈപ്പ് റൂം. അതും AC ആണ് കേട്ടോ. കൊള്ളാം. നമ്മുടെ മുകളിലത്തെ ഭാഗങ്ങൾ ഇങ്ങനെ വരും. മച്ചിൻപുറം അല്ലേ? മച്ചിൻപുറം എന്നല്ലേ ഇതിൻ്റെ പേരൊക്കെ വന്നതടി? മച്ചി ഇതിൻ്റെ മുകളിലാണല്ലേ. അവിടെ റൂമുണ്ടോ? ഈ റൂമിൻ്റെ പേര് നിജാമുദ്ദീൻ. അതൊക്കെ ഒരു ഭയങ്കര വെറൈറ്റി. ചാനൽ തുറന്ന് താഴേക്കൂടി പോകുന്ന ആൾക്കാരെ കാണുന്ന ഒരു ഫീല് അല്ലേ? കൊള്ളാം. TV ഉണ്ട്. ഈ മുറിയിൽ AC ഇല്ല അപ്പോൾ? ഇതിനകത്തും AC ഉണ്ട് കേട്ടോ. അതേ ഒരു AC. ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് ഈ മുറിയിൽ. ഓൾറെഡി ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സാധനവും ഇട്ടിട്ടില്ല, ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. എന്നിട്ടും അത്യാവശ്യം വെളിച്ചമുണ്ട്, നല്ല തണുപ്പുണ്ട്. അതാണ് ഈ പഴയ വീടുകളുടെയൊക്കെ പ്രത്യേകത. അതാണ് ആ പണിത് വെച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു രീതി ഉണ്ടല്ലോ. കൃത്യമായിട്ട് വെളിച്ചം വരുന്ന, അല്ലെങ്കിൽ എവിടെയാണോ സൂര്യപ്രകാശം വരുന്നത് അതിനടുത്ത് തന്നെ ജനാല ഒക്കെ കൊടുത്ത് ഓക്സിജനും കറക്റ്റായിട്ട് കയറും, ലൈറ്റും കൃത്യമായിട്ട് കയറും. മുറിയിലൊന്നും എക്സ്ട്രാ വെട്ടത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇന്നത്തെ വീടുകൾക്കാണ് കുറേ അധികം ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരുന്നത്. ഇത് തുറക്കുമ്പോഴുള്ള കാഴ്ചയൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ വരും ആ ഒരു വ്യൂ. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടും പണ്ട് താഴത്തുള്ള ആൾക്കാരെയൊക്കെ കാണുന്ന ആ ഒരു സിസ്റ്റം കൊള്ളാട്ടാ. അതെ, പഴയതാണ്. അതെ, ഇത് നോക്കി, യമഹയുടെ പിയാനോ. ഇപ്പോൾ അത്രയും പഴക്കം ചെന്ന പിയാനോ ആണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ടച്ച് ചെയ്യുന്നില്ല. TV ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ആ ഒരു പക്ക എന്തോ ഒരു അറേഞ്ച്മെൻറ്റിൽ വെച്ചിരിക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അതായത് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട, സോണിയുടെ മറ്റേ പഴയ സിസ്റ്റം, ഫ്ലാട്രോണിൻ്റെ TV. കൊള്ളാം. ഗാലറി തങ്കമ്മു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഇതേ ഒരു സാധനം കണ്ട, ഡ്രാഗന്റെ വാ പോലത്തെ. ഒരു മിനിറ്റ്, വരല്ലേ. ഓ എന്റെ പൊന്നോ, അങ്ങനെ എത്തി. ദേ അവിടെ ഒരു സാധനം. അത് നിങ്ങളെല്ലാവരും കണ്ടോ കേട്ടോ, അതെങ്ങനെയാണെന്ന് ചെയ്യണേന്നൊന്ന് കണ്ടോ. ചിലപ്പോൾ അതിൻ്റെ വീഴ്ചയൊക്കെ വീഴും, പറയാൻ പറ്റൂല, സ്വാഭാവികമാണ്. പോട്ടറാ പോന്നോ. എവിടെ? ഓ സൂപ്പർ, ഇഷ്ടമായ? എനിക്ക് ഇഷ്ടായിട്ടുണ്ട്. ആയാ? ഓ റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ അതേ അങ്ങനെ പൗർണമിയുടെ ട്രെയിനിങ്ങിന് ശേഷം പൗർണമി കയറാൻ പോവാണ് കേട്ടോ. കണ്ടോ, ഒറ്റക്കാണ്. ശ്രദ്ധിച്ച്. ഓക്കെ. ഓ സൂപ്പർ, അടിപൊളി. സ്വിമ്മിംഗ് പൂൾ കാണിക്കാൻ പോവല്ല. ഓ ദൈവമേ, എന്നെ തല്ലോ. റിസോർട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ തല്ലോ. ഒറ്റക്ക് കയറിയിരിക്കും.
എന്നാ ഓക്കെ ഓക്കെ, ഇവിടുത്തെ കഴിഞ്ഞു, ഇവിടെ ഇത്രയും മതി. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ അവിടെ വെച്ച് കാണാന്ന് പറ. ഓക്കെ. ഓ സൂപ്പർ. ടാറ്റാ. ഞങ്ങളെ കണ്ടില്ല, ചെറായിലുണ്ടാവട്ടോ. ഇല്ല ഇല്ല ഇല്ല, പാറു ഓക്കെ അല്ലേടാ? തംസപ്പ്. ഇവിടെ കുട്ടികൾക്ക് ഇറങ്ങാനായിട്ട് ഇത്രയും ഒരു പോർഷൻ, വലിയ ആഴമില്ല. വലിയ ആൾക്കാർക്ക് വേണ്ടി ഇതേ ഇത്രയും നീളം. ചേട്ടാ ഈ പൂൾ എത്ര മീറ്റർ ഉണ്ട്? 21 മീറ്റർ. മൊത്തം 6 അടി അല്ലേ ആഴം. ഇവിടെ 3.5 അടി. അത്യാവശ്യം നല്ല ആഴമുണ്ട്. നീന്തൽ പഠിക്കുന്ന ആൾക്കാർക്ക് കണ്ട നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ പാറക്കൂട്ടനെ ഇറക്കട്ടെ. മിഷന് അത്ര അവിടം വരെ അല്ല, പോയി അങ്ങോട്ട് നീക്കിട്ട് കൊടുക്ക്. ഇപ്പുറത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു ഗ്ലാസ് പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്. അതായത് കുട്ടികള് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകില്ല. കമ്പി മാത്രമല്ല, പാറുവിന്റെ പേടിയൊക്കെ പതുക്കെ പതുക്കെ മാറി. അടിപൊളിയായി ആള്. എന്തോരാളുണ്ട് നോക്കട്ടെ ഞാൻ പതുക്ക. കാല് വെക്കടാ, കാല് വെക്കണ. ആ ഇത്ര ഉള്ളൂ. ഓക്കെ ഓക്കെ. പാറുവിന്റെ സ്വിമ്മിങ് ട്രെയിനിങ് ആണ്. സ്വിമ്മിങ് ട്രെയിനിങ്. കൈ കൊച്ചിന്റെ കൈ തണ്ടെന്ന് ഇപ്പുറത്തേക്ക് ഇട്. ട്രെയിനിങ് ഒന്ന് പാളി. ഇല്ലില്ല, കാലിട്ടടിച്ച് കാലിട്ടടിച്ച് പതുക്കെ 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 കാലിട്ടടിക്ക്. കയ്യും കൊണ്ട് പതുക്കെ നീന്തണ പോലെ കാണിക്കും. അത് തന്നെ. പോ അങ്ങനെ പോ. പേടിക്കണ്ട. വായടക്ക്, വെള്ളം കയറും. വായടക്കട്ടാ, വായടക്ക്. എന്താണ് കേറിയാ അപ്പൊ അങ്ങനെ പൂളില് സൗമ്യം ഇറങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് ടൈമാണോ പൂളിൽ ഇറങ്ങുന്നത് നീ? പക്ഷെ വേറെ കേസുണ്ട്. ഞാനിങ്ങനെ ഇത്രയും മാത്രം കാണിക്കുമ്പോ നീ ചിലപ്പോ പൂളിലെ ആഴക്കടലിൽ നിൽക്കണെന്ന് തോന്നും. പക്ഷെ ഇത്തിരി കൂടി ബാക്കിലോട്ട് ആക്കുമ്പോ അറിയാം. എവിടെ അത്രയും വെള്ളം ഉണ്ടോ? അവിടെ എവിടെ മുട്ടൂത്തിയല്ലേ നിൽക്കണത്? പുറകോട്ട് പോ. സംസാരിക്കണ്ട. വിട്ടോ. അമ്മ പുറകോട്ട് പോ. ഇതാരാണ് വന്നത്? മത്സ്യകന്യകേ. സംസാരിക്കണ്ട, മിണ്ടാണ്ട് ഇങ്ങോട്ട് വാ. കുറച്ചും കൂടി. കൊടുക്ക്. സൂപ്പർ. അപ്പോൾ ഞങ്ങള് അടുത്ത ദിവസം രാവിലെ സമയം ഒരു 7 മണിയായിട്ടുണ്ടാവും. നമ്മളത് എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. കാരണം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തിരുവില്ലാമല ഒരു കിടലിന് അമ്പലമുണ്ട്, പുനർജനി ഗുഹയുണ്ട്, കുത്താമ്പള്ളി കൈത്തറിയുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഐവർ മഠം ഉണ്ട്. അതെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇനി അടുത്ത വീഡിയോയില് വരാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ നിങ്ങളിപ്പോ കണ്ട ഈ റിസോർട്ട് എന്ന് പറയുന്നത് തിരുവില്ലാമലയിലുള്ള ആനമല ഹോം സ്റ്റേ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര കാമാൻ ക്വയറ്റാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റും മനസ്സിലാവും, ഭയങ്കര പച്ചപ്പാണ്. അതെ, ഇതിൽ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് കണ്ട പൂളൊരു രക്ഷയില്ല, അത്രയും വലിയ പൂളാണ്. നമുക്ക് സാധാരണ എന്താ നമ്മുടെ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിനേക്കാളൊക്കെ വലിയ പൂളാണ്. പിന്നെ പൂളെന്ന് വെച്ചാലും ഇതിന്റെ അടുത്ത് തന്നെ നമ്മള് സെക്യൂരിറ്റി ഗാർഡ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാലും നമ്മളെ സേവ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ പറഞ്ഞോട്ടെ, എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ ചേഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ
കുറച്ച് കാമായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ ലിസ്റ്റിൽ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാനാണെങ്കിലും അതെ അതെ, അതായത് കുത്താമ്പള്ളിയിൽ കൈത്തറിയിൽ ഇപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, കല്യാണ ആവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ബൾക്കായിട്ട് വാങ്ങാനായിട്ട്. അപ്പോൾ ഈ റിസോർട്ടിൽ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐവർ മഠത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങൾക്ക് ഫേമസ് ആയ സ്ഥലമാണ് ഈ തിരുവില്ലാമല. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒക്കെ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ വീഡിയോയിൽ, അങ്ങനെയുള്ള റൂമുകളൊക്കെ ഇവിടെ ഉണ്ട്. കുറഞ്ഞ റേറ്റിലുള്ള റൂമുകളും ഉണ്ട്, 2000 ആ റേഞ്ചിലുള്ളതുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ഫെസിലിറ്റി കിഡിലൻ റൂമുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ വിശേഷങ്ങൾ ഫുള്ള് ഉണ്ടാവും അല്ലേ. ഫുള്ള് മീൻസ് ഇന്നിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇവിടെ നിന്ന്, അതുകൊണ്ടാണ് ഈ ഔട്ടർ എടുത്ത് വേഗം അവസാനിപ്പിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ പൂളും ഫുള്ളായിട്ട് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് ഒരു ദിവസവും കൂടി ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇനി നമുക്ക് പൂളിലെ വീഡിയോസ് വരുന്നില്ലേ, കാരണം ഇവൾക്കാണെങ്കിലും പാറുവിനാണെങ്കിലും ഇനിയും പൂളിൽ ഇറങ്ങണം, കുറച്ചും കൂടി നീന്തൽ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി വന്നിട്ട് സ്വിമ്മിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തണം. അതെ അതെ അതെ, മാക്സിമം ഷെയർ ചെയ്യുക. സോ ബൈ.